എത്ര ട്രീറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ അലർജി സിംറ്റംസ് മാറുന്നില്ലേ? എന്നാൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവാം. ആദ്യത്തേത്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നിങ്ങൾ ഡെയിലി ആൻറ്റിഹിസ്റ്റമിൻസ്, അതായത് മോണ്ടിലൂക്കാസ്റ്റ്, സിട്രസിൻ എന്ന മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ടോ? എന്നാൽ ഇത് ആദ്യം നിർത്തണം. കാരണം ഈ മരുന്നുകൾ നിങ്ങളുടെ സിംറ്റംസ് മാസ്ക് ചെയ്യുകയും ടെമ്പററി ആയിട്ടുള്ള റിലീഫ് മാത്രം തരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും അതിൻ്റെ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല, കാലങ്ങളായി ഈ മരുന്ന് യൂസ് ചെയ്താൽ അതുമൂലം സൈഡ് എഫക്ട്സും ഉണ്ടാകാം. രണ്ടാമത്തേത്, നിങ്ങൾ കാലങ്ങളായി സെയിം പില്ലോ യൂസ് ചെയ്യുന്നുണ്ടോ? എന്നാൽ ഇതും നിർത്തേണ്ടതാണ്. കാരണം കേരളത്തിൽ തന്നെ കണ്ടുവരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള അലർജൻ ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഈ പഴയ തലയണകൾ, അതുപോലെ ബെഡ്ഷീറ്റുകൾ, ബ്ലാങ്കറ്റ്സ് എന്നിവയിലാണ് ബ്രീഡ് ചെയ്യുന്നത്. ഇതുമൂലം രാവിലെയുള്ള നിർത്താതെയുള്ള തുമ്മൽ, അതുപോലെ തന്നെ ജലദോഷം എന്ന സിംറ്റംസ് ഉണ്ടാകുന്നു. ആലോചിക്കുക, നിങ്ങളുടെ പില്ലോ തന്നെയാവാം നിങ്ങളുടെ ട്രിഗർ. മൂന്നാമത്തേത്, സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടോ? എന്നാൽ ഇതും ഒരു കാരണമായേക്കാം. ഇതിലുള്ള എയറോസോൾസ് നമ്മുടെ എയർവേസിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും അത് നിർത്താതെയുള്ള തുമ്മൽ, വീസിങ് എന്നിവ ട്രിഗർ ചെയ്യുകയും ചെയ്യുന്നു. ആലോചിക്കുക, ഫ്രേഗ്രൻസസ് ഒരു അലർജൻ അല്ല, അതൊരു ഇറിറ്റൻ്റ് ആണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലർജി ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ അലർജി മൊത്തമായിട്ട് മാറണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷനും ഗൈഡൻസും ആവശ്യമാണ്. സേവ് ചെയ്യൂ. അലർജിയുള്ള നിങ്ങളുടെ സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കൂ.